ലോകം മൊത്തം സ്വർണ്ണ വില കണ്ട് ഞെട്ടിയിരിക്കുകയാണ്. പവന് ലക്ഷങ്ങൾ കടക്കുമോ എന്ന് പേടിച്ച് കല്യാണ പന്തലുകളിൽ നെഞ്ചു പിടിച്ചിരിക്കുന്ന കാലം. ഈ സമയത്താണ് കേരളത്തിലെ ഒരു പുഴയോരത്ത് കുറച്ചുപേർ അരിച്ചെടുക്കുന്നത് വെറും മണ്ണല്ല, പച്ച സ്വർണ്ണമാണെന്ന വാർത്ത വരുന്നത്. അതും വെറുതെയല്ല, സെറ്റും പമ്പും ഒക്കെ വെച്ച് ഹൈടെക് സ്വർണ്ണക്കടത്ത്. സത്യത്തിൽ ചാലിയാർ പുഴയുടെ അടിത്തട്ടിൽ കോടികളുടെ കിലോഗ്രാം സ്വർണം ചിരിച്ചുകൊണ്ടിരിപ്പുണ്ടോ, അതോ നമ്മൾ വെറുതെ വെള്ളം കോരുകയാണോ? കഴിഞ്ഞ ദിവസം നിലമ്പൂരിലെ വനമേഖലയിൽ ഇന്റലിജൻസ് ടീം ഒരു സർപ്രൈസ് വിസിറ്റ് നടത്തി. നോക്കുമ്പോൾ 7 പേർ ചേർന്ന് നദിക്കരയിൽ വലിയ പമ്പ് സെറ്റൊക്കെ വെച്ച് മണലൂറ്റുന്നു. മണൽവാരിലാണെന്ന് കരുതിയവർക്ക് തെറ്റി. അവർ വാരുന്നത് സ്വർണ്ണമായിരുന്നു. സ്വർണ്ണവില ഇങ്ങനെ റോക്കറ്റ് പോലെ പോകുന്നത് കൊണ്ട് പലരും ഇപ്പോൾ ഗോൾഡ് റഷ് മോഡിലാണ്. ചാലിയാർ പുഴയുടെ പലയിടങ്ങളിലും ഇപ്പോൾ ഇതാണ് അവസ്ഥ. എന്താണ് ഈ നിലമ്പൂർ സ്വർണത്തിന്റെ കഥ? നിങ്ങൾ വിചാരിക്കും പോലെ ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഇതിനൊരു നൂറ്റാണ്ടിന്റെ പഴക്കമുണ്ട്. നിലമ്പൂരിലെ മരുതമലയാണ് ഈ കഥയിലെ സെന്റർ ഓഫ് അട്രാക്ഷൻ. പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് അവർ ഇവിടെ വലിയ തോതിൽ ഖനനം നടത്താൻ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ ലണ്ടനിൽ നിന്ന് ഷിപ്പും വിമാനവും കയറി വന്ന ബ്രിട്ടീഷുകാർ ഒടുവിൽ തലയിൽ കൈവച്ച് മടങ്ങിപ്പോയി. കാരണം മണ്ണ് മാന്തിയിൽ കിട്ടുന്ന സ്വർണത്തിന്റെ വിലയേക്കാൾ കൂടുതൽ മണ്ണ് മാന്താൻ ചിലവായിരുന്നു എന്നാണ്. അന്ന് അവർ അത് ഉപേക്ഷിച്ചു. ഗവൺമെന്റിന്റെ കളിപ്പാട്ടം, അതായത് സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മളും വെറുതെ ഇരുന്നില്ല. 1994 ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇവിടെ വലിയൊരു സർക്കസ് തന്നെ നടത്തി. 60 അടി താഴ്ചയിൽ വരെ കുഴിച്ച് ആൾക്കാർ കരുതിയത് നിലമ്പൂർ ദുബായ് പോലെ ആകുമെന്ന്. പക്ഷെ 40 അടി കഴിഞ്ഞപ്പോൾ കണ്ടത് വെറും പാറകൾ മാത്രമാണ്. അവസാനം ഒരു കൊല്ലം പണിയെടുത്തിട്ട് അവർ പതുക്കെ സ്ഥലം വിട്ടു. തമാശ എന്താണെന്ന് വെച്ചാൽ അവർ അവിടെ കൂട്ടിയിട്ടിരുന്ന മണ്ണ് പിന്നീട് കാണാതായി. അത് മറ്റാരും കൊണ്ടുപോയതല്ല, അതിൽ സ്വർണം ഉണ്ടാക്കുന്നത് കരുതി പാവം നാട്ടുകാർ തന്നെ അടിച്ചുകൊണ്ട് പോയതാണ്. ഇനി നമുക്ക് കുറച്ച് സീരിയസ് കാര്യത്തിലേക്ക് വരാം. നിലമ്പൂരിലെ ഈ മണ്ണ് ശരിക്കും ഒരു ലോട്ടറി ടിക്കറ്റ് പോലെയാണ്. മൈനർ മിനറൽസ് ജില്ലാ സർവേ റിപ്പോർട്ട് അനുസരിച്ച് നിലമ്പൂരിലെ മണ്ണിൽ 5 ലക്ഷം ടൺ സ്വർണ്ണ ശേഖരം ഉണ്ടത്രേ. കേൾക്കുമ്പോൾ രോമാഞ്ചം വരുന്നുണ്ട്. പക്ഷേ ഇതിലൊരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. ഈ 5 ലക്ഷം ടൺ സ്വർണം എന്ന് പറയുന്നത് വലിയ ബിസ്ക്കറ്റായിട്ടോ മാലയായിട്ടോ അവിടെ ഇരിക്കുകയല്ല, മണ്ണിലും വെള്ളത്തിലും ഒക്കെ തരികളായി കലർന്ന് കിടക്കുകയാണ്. അതായത് ഒരു പവൻ സ്വർണം വേർതിരിച്ചെടുക്കാൻ ഒരുപക്ഷെ നിങ്ങൾക്കൊരു ടൺ മണ്ണ് കഴുകേണ്ടി വരും. അതുകൊണ്ട് തന്നെ വലിയ കമ്പനികൾ ഇവിടെ മൈനിങ്ങിന് ഇറങ്ങാത്തത് ലാഭം കുറവായതുകൊണ്ടാണ്. ബീഹാറിലും ഇതുപോലെ ടൺ കണക്കിന് സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ അവിടെ നമ്മുടെ അവസ്ഥ കയ്യിലിരിക്കുന്നത് കടിച്ചു തിന്നാൻ പറ്റില്ല. അതായത് കളയാനും വയ്യ, എന്നാൽ അങ്ങനെയുള്ളൊരു മട്ടിലാണ്. ലോകം മൊത്തം സ്വർണത്തിന് പിന്നാലെ പായുമ്പോൾ നമ്മുടെ രാജ്യത്തിന് ആവശ്യമായതിൻ്റെ ഏറിയ പങ്കും നമ്മൾ ഇറക്കുമതി ചെയ്യുകയാണ്. നമ്മുടെ കാലിനടിയിൽ ഇത്രയും സ്വർണം വെച്ചിട്ടാണ് നമ്മൾ കഷ്ടപ്പെടുന്നത് എന്ന് കേൾക്കുമ്പോൾ ഒരു സങ്കടം വരും അല്ലേ? നിലമ്പൂരിലെ പുഴയോരങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ഈ പൊൻതരികൾ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ മാറ്റുമോ, അത് വെറും മിത്തായി തുടരുമോ? നിലവിലെ സ്വർണ്ണവില വെച്ച് നോക്കിയാൽ അധികം വൈകാതെ നമ്മളും മൺവെട്ടി എടുത്ത് ഇറങ്ങേണ്ടി വരുമെന്ന് തോന്നുന്നു. പക്ഷേ ഒന്നോർത്തോളൂ, ലൈസൻസ് ഇല്ലാതെ സ്വർണം തിരയാൻ ഇറങ്ങിയാൽ പണി കിട്ടും.